ഇന്നൊരു സൺഡേ ആണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അമ്മയ്ക്ക് കഴിക്കാനുള്ള ഗുളികയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് കയറിയത്. അപ്പോൾ ഇന്ന് രാവിലെ ചൂര മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കറിയാക്കാനും വെച്ചു, കുറച്ചെടുത്ത് ഫ്രൈ ആക്കാനും വെച്ചു. ഫ്രൈ ഇന്ന് കല്യാണിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി നാളെ നമുക്ക് എടുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് തെരച്ചി മീനാണ് കേട്ടോ, തെരച്ചി തെരണ്ടി എന്നൊക്കെ പറയുന്ന മീൻ. അത് നമുക്ക് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ആ ബാഡ് സ്മെല്ലെല്ലാം പോവും. ഇത് ഇന്നലെ മേടിച്ചിട്ട് വന്ന മീനായിരുന്നു, ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു, ഇന്നിപ്പോൾ എടുത്ത് വെക്കുന്നതാണ്. ഇവിടെ അമ്മ തെരച്ചി മീനൊന്നും കഴിക്കാറില്ല, അതുകൊണ്ടാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചൂര മേടിച്ചത്. അപ്പോൾ ഇത് ഇത്രയുണ്ട്, നല്ല ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂര മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ റെഡിയായ സമയത്ത് കുറച്ച് വഴുതന എടുത്ത് ഫ്രൈ ആക്കാൻ പോവുകയാണ്. സാധാരണ കത്തിരിക്കയാണ് ഞാൻ ഫ്രൈ ആക്കുന്നത്. ഇതിപ്പോൾ കുറേ വഴുതന വീട്ടിലിരുന്ന കാരണം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ടൈമാണ് വഴുതന ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ തെരച്ചി മീൻ തേങ്ങയൊക്കെ വെച്ച് വറുത്തരച്ചാണ് വെക്കുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോഴേക്കും നമ്മുടെ വഴുതന അവിടെ ഏകദേശം സെറ്റ് ആയിരിപ്പോണ്ട് നമുക്കിനി അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതെല്ലാം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുന്നതല്ല കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, വേറെ പല ജോലികളും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ ഐറ്റംസ് മാത്രമേ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ വഴുതന ഫ്രൈ ഏകദേശമായി. മീനും അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. മീനിനി നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി എടുക്കണം, ഇല്ലെന്ന് വെച്ചാൽ മീനൊക്കെ ഉടഞ്ഞു പോകും. അതിന് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കഴിക്കുമ്പോഴേക്കും നമ്മുടെ തെരച്ചി മീൻ ഇവിടെ റെഡിയായി. ഇനി കല്യാണിക്കുള്ള 2 കഷ്ണം ചൂര ഫ്രൈ ആക്കി ശരിക്കും തൈര് വെച്ചിട്ടൊരു ഒഴിച്ചു കറിയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഈ കാണുന്ന പോലെ ഇതുപോലൊരു മൺചട്ടിയിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. കല്യാണിക്കുട്ടിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ഒഴിച്ചു കറി വെക്കുന്നത്. ലാസ്റ്റ് അതിൽ കുറച്ച് കടുവറുത്തൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒഴിച്ചു കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഉച്ചയൂണിനുള്ള എല്ലാ വിഭവങ്ങളും റെഡിയായ സ്ഥിതിക്ക് നമുക്കിനി ഫുഡ് കഴിച്ചാലോ. നല്ല ചൂട് ചമ്പാവരി ചോറാണ്. ചോറിട്ടതിന് ശേഷം അതിലേക്ക് നല്ല തെരച്ചി മീൻ കറി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ തെരച്ചി മീൻ കറിക്ക്. ഇത് നാളെ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവുമേ. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ഞാൻ വെക്കുന്നത് ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. ഇന്നലത്തെ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വഴുതന ഫ്രൈ, ഇത് ചുമ്മാ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നെല്ലിക്ക അച്ചാറാണ്, ലൗലോലിക്ക അച്ചാർ. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചൂട് മോരൂട് അതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. സൺഡേ ഒക്കെ വീട്ടിൽ നിൽക്കുന്ന ദിവസം ഇതുപോലെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി സമാധാനത്തിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊന്ന് വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.